ഹായ് ഗായ്സ്, നമുക്കറിയാമല്ലോ ഇസ്രായേലും ഇറാനും തമ്മിലാണ് യുദ്ധം നടന്നത്. അത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന ഓപ്പറേഷനിലൂടെ ഇസ്രായേൽ ഇറാൻ്റെ ആണവ ശേഖരങ്ങൾ തകർക്കുകയും അമേരിക്കയും ഇടപെട്ട് അവിടെ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആണവ ശേഖരങ്ങൾ തകർക്കുകയും അവരുടെ ആണവ ശേഖരങ്ങൾക്ക് വളരെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1979 മുമ്പ് ഇസ്രായേലും ഇറാനും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എങ്ങനെ ഇന്നത്തെ നിലയിലെത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ നീണ്ട 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഇറാൻ അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു. അതായത് ഇന്നത്തെ ഇറാഖ് ഇന്നത്തെ ബാബിലോണിയൻ സാമ്രാജ്യമായിരുന്നു. അന്ന് നെബൂഖദ്നേസർ എന്ന രാജാവ് യഹൂദന്മാരെ ഇസ്രായേൽ ആക്രമിച്ച് അവരെ ബന്ധനസ്ഥനാക്കി അടിമകളാക്കി കൊണ്ടുപോയിരുന്നു. നീണ്ട 70 വർഷത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ സൈറസ് ബാബിലോണിയനെ ആക്രമിക്കുകയും അവിടുത്തെ യഹൂദന്മാരെ മോചിപ്പിക്കുകയും അവരെ ഇസ്രായേലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്ത ഒരു ചരിത്രവും ഉണ്ട്. അപ്പോൾ 1979 മുമ്പ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയായിരുന്നെന്ന് നമുക്ക് 5 ഫാക്റ്റുകൾ പരിശോധിക്കാം. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ ഇറാൻ അതിനെ അംഗീകരിച്ചിരുന്നു. ഇറാനിലെ എണ്ണ വ്യവസായത്തിൽ ഇസ്രായേൽ വലിയ പങ്ക് വഹിച്ചു. എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്ത് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണവും ഉണ്ടായിരുന്നു. ഇറാനും ഇസ്രായേലും പ്രതിരോധ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മൊസാദ് ഷായുടെ രഹസ്യ പോലീസായ സഫീഖിനെ പരിശീലിപ്പിച്ചു. മുഹമ്മദ് റസ പെഹ്ലവിയുടെ കാലത്താണ് ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിരുന്ന നല്ല ബന്ധം. 1941 സെപ്റ്റംബർ 16 അദ്ദേഹം ഇറാനിൽ അധികാരത്തിലെത്തിയത്. 1979 ഫെബ്രുവരി 11 ആയത്തുള്ള ഖമനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് അദ്ദേഹം രാജ്യം വിട്ട് ഈജിപ്തിലേക്ക് പോയി. 1980 ജൂലൈ 27 ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് ക്യാൻസർ ബാധിതനായി അദ്ദേഹം മരിച്ചു. മുഹമ്മദ് റസ പെഹ്ലവിയുടെ മകൻ റസ പെഹ്ലവി ഇപ്പോൾ അമേരിക്കയിലാണ് താമസം. ഇറാനിലെ ഇപ്പോഴത്തെ ഏകാധിപത്യ ഭരണകൂടത്തെ മാറ്റി ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമവുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. കൂടുതൽ ഇൻഫോർമേഷനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.